എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമെ സീരീസിന്റെ എപ്പിസോഡ് 40. ഓക്കെ, അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ആ 4 പേരെ കൂട്ടിക്കൊണ്ടു പോകുന്ന എൽഡേഴ്സാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളെവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പേടിച്ച് അവൻ്റെ ആരെ കസിനാണ് എന്നൊക്കെ പറഞ്ഞു പോയി. അതുകൊണ്ട് അങ്ങനെയുള്ളവർ അധികം നാൾ ഇവിടെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ തന്നെ മനസ്സിലായി കാണണം സീനിയേഴ്സിന്റെ സ്ട്രെങ്ത്. അതുപോലെ ആണ് ഇവിടെ ഉള്ള ഒരുപാട് പേരും. നിങ്ങൾ ഓരോരുത്തരുമായിട്ട് പോവുകയാണെങ്കിൽ വളരെയധികം ടഫാകും. അല്ല, ഇതുപോലെ ടീമാകണം, അല്ലെങ്കിൽ ഒരു ലീഡറുണ്ട് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾക്ക് അതിന് കഴിയും, അതിന് യോഗ്യത ഉണ്ടെന്ന് ഇവൻ തെളിയിച്ചു. അവർ സമ്മതിച്ചു. അവരുടെ റൂമിലേക്ക് പോകാനായിട്ട് പറയുന്നു. അപ്പോൾ കൾട്ടിവേഷൻ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഫയർ എനർജി ശേഖരിച്ച് വെച്ചേക്ക്, ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലേസിംഗ് ടവറിലേക്ക് എന്ന് പറഞ്ഞ് പോയി. അവരുടെ റൂമിലേക്ക് പോയതുപോലെ സിയോയെ ലിറ്റിലുകളും പിന്നെ മെഡിറ്റേഷൻ ചെയ്യണം. കുറച്ച് കഴിഞ്ഞ് കണ്ണു തുറന്ന് ലിറ്റിലുകളിനെ വിശപ്പടിച്ച്, അതുകൊണ്ട് തന്നെ ആ പർപ്പിൾ ലിക്വിഡ് അത് കൊടുത്തു. അപ്പോഴേക്കും മാസ്റ്റർ വന്നു. ആ ഫാളൻ ഹാർട്ട് ഫ്ലെയിം അത് കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുമ്പോൾ എനിക്കത് നോർത്ത് സൈഡിലുള്ളതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നാളെ തന്നെ അവിടെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാം എന്ന് തീരുമാനിച്ച് പിറ്റേന്ന് തന്നെ പോവാണ്. നോർത്തിൽ ഇവിടെ എവിടെയാണോ എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് കുറച്ച് പേര് ടവർ ഓപ്പൺ ആകാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോകുന്നു. ടവറോ എന്ന് പറഞ്ഞിട്ട് അവനൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഓടി പോകുന്നു. അവിടെ എത്തുമ്പോഴട്ടെ മാഗ്മയുടെ നടുക്കായിട്ടുള്ളതാണ് അത്. ചുറ്റിന് ലാവയാണ്. വെളിയിലായിട്ട് കുറെ പേര് നിൽക്കുന്നു അകത്തേക്ക് കയറാൻ. അവൻ അതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്ന് നിൽക്കുവാണ്. ആ വാതിൽ തുറക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ചൂട് അത് വളരെയധികമായിരുന്നു. ഇത് വെച്ചാണ് കൾട്ടിവേഷൻ ചെയ്യുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ച് നടക്കുമ്പോഴാണ് ആ ടവറിനെ ചുറ്റുമായിട്ട് എന്തൊരു ഷീൽഡ് പോലുള്ളത് അത് വെച്ച് കവർ ചെയ്തേക്കുന്നത് മനസ്സിലായി. അവനും എന്താവട്ടെ എന്ന് വിചാരിച്ച് അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ പോകുമ്പോഴാണ് എന്തോ അവന് പറ്റുന്നത്. അവനൊന്നും മനസ്സിലാവത്തില്ല. അവൻ്റെ ഹാർട്ടിൽ എന്തോ അറ്റാക്ക് ചെയ്യുന്നത് പോലെ. ഹെവൻലി സ്പേസിൽ പോയിട്ട് അപ്പോൾ തന്നെ ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം അതെടുത്ത് കവറാക്കി. ഒരു ഹെവൻലി ഫ്ലെയിം ഉണ്ടായിട്ട് നോർമൽ ഫ്ലെയിം എങ്ങനെയാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നത് എന്ന് സിയോയം പറയുമ്പോഴാണ് മാസ്റ്റർ വന്നിട്ട് ആ ഫ്ലെയിമിന്റെ കളർ കണ്ടിട്ട് ഇത് കളർലെസ്, ഇതാണ് ഫാളൻ ഹാർട്ട് ഫ്ലെയിം. അത് കേട്ടപ്പോൾ ഷോക്കായെങ്കിലും ഇതിപ്പോൾ തന്നെ അബ്സർവ് ചെയ്യും എന്ന് പറഞ്ഞ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ നിർത്താനായിട്ട് മാസ്റ്റർ, കാരണം ഫാളൻ ഹാർട്ട് ഫ്ലെയിം ഒരിക്കലും ഗ്രീൻ ലോട്ടസിനേക്കാൾ താഴെയാകില്ല. ഇത് വീക്കായാണ് കാണുന്നത്. അപ്പോൾ ഇത് ഒറിജിനൽ ഫോം അല്ല, അതിന്റെ വേറെ എന്തോ ആണ്, പ്രൊജക്ഷൻ ഫോം എന്ന് പറയാൻ. അവനപ്പോൾ ഇത് എന്നെ അറ്റാക്ക് ചെയ്യുന്നത് അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ നീ അത് ഉപയോഗിച്ച് ഡൗക്ക് ഇമ്പ്രൂവ് ആക്കാൻ നോക്ക്. അവനതുപോലെ ചെയ്യുന്നു. അവൻ്റെ നെറിഡിയൻസ് കൂടി വലിയ ഫ്ലോയിലാണ് ഡൗക്ക് പോകുന്നത്. അതുകൊണ്ട് അപ്പോൾ ടവറിൽ എല്ലാവരും കൾട്ടിവേഷൻ ചെയ്യുന്നതിന് കാരണം ഈ ഫാളൻ ഹാർട്ട് ഫ്ലെയിമിന്റെ പ്രൊജക്ഷൻ ഉപയോഗിച്ചാണ്. കാരണം വളരെ പെട്ടെന്നാണ് ഇത് ഇമ്പ്രൂവ് ആകുന്നത്. ഡൗക്കിയൊക്കെ വളരെ സ്പീഡിൽ കയറുന്നുണ്ട്. പുറത്താണെങ്കിൽ അവൻ ആ ചൂട് അത് താങ്ങാൻ കഴിയാത്തതാണ് എന്ന് വിചാരിച്ചൊക്കെയാണ് സംസാരം. അങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ടൊരു പെണ്ണ് വരുന്നത്. അവളുടെ പേര് ഹോയി യോ എന്ന് പറയാം. അവനെ കണ്ടിട്ട് ആദ്യ തവണ വരുമ്പോൾ ഫാളൻ ഹാർട്ട് ഫ്ലെയിം ഇങ്ങനെ അറ്റാക്ക് ചെയ്യാറില്ലല്ലോ, നീ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ അവ ചാരമായി പോകും എന്ന് മനസ്സിലാക്കിയിട്ട് ആരെയും വിളിച്ചോണ്ട് വരാൻ, എൽഡറിനെയാകണം വിളിച്ചോണ്ട് വരാനായിട്ട് പറഞ്ഞു വിട്ടത്. അതേസമയത്ത് ന്യൂ സ്റ്റുഡൻസ് ആയിട്ട് വൈറ്റ് ഗാങ് പ്രശ്നമാണ്. വൈറ്റ് ഗാങ്ങിൽ ഇപ്പോൾ ബായ്ശാനുണ്ട്. എന്തിനെന്ന് വെച്ചാൽ ഫയർ എനർജി അത് എടുക്കാനായിട്ടാണ് വന്ന് നിൽക്കുന്നത്. ന്യൂ സ്റ്റുഡൻസിന്റെ കൂടെ യൂണറി ഹുജിയ ഹുഹാവോ ഉണ്ട്. അവരോട് ഇപ്പോൾ ആ ഒരു ലീഡർ പോലെ നിൽക്കുന്നത് ഹുവാവോ എന്ന ഒരുത്തനാണ്. വായിച്ച യൂണറിനോട് ഹുജൈനോട് അവരുടെ ടീമിൽ ചേര്, അവർക്ക് ഫയർ എനർജി കിട്ടും, ആരും പുള്ളി ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ നാണം കെട്ട് അപമാനിക്കുമല്ലോ, ആ രീതിയിൽ പറയുവാണ്. അത് ഏറ്റുപിടിച്ച് എല്ലാവരും അങ്ങനെ ഒരു അടിക്കയറ്റ് നിൽക്കുന്നത് പോലെ. പിന്നെ ടവറിൽ എൽഡറിനെ കൂട്ടിക്കൊണ്ടുവന്നു. അയാളുടെ പേര് ലൂയി, എൽഡർ ലൂ എന്ന് പറയാം. ഇയാളെ മുൻപ് കണ്ട പോലെ തോന്നും. തൊപ്പി വെച്ച് വന്നോണ്ട് അറിയാൻ വയ്യടേ. ഇവൻ ഫാളൻ ഹാർട്ട് ഫ്ലെയിം അറ്റാക്ക് ചെയ്തത് എങ്ങനെയാണ് എന്ന് വിചാരിച്ചാണ് വരുന്നത്. അവിടെ യൂനെ കണ്ട് നീ ഉണ്ടായിരുന്നു. അവളുടെ ലെവൽ ചോദിക്കുമ്പോൾ 6 സ്റ്റാർ ഡൗ സ്പിരിറ്റ്. എല്ലാവർക്കും അതിശയം. അവളാണെങ്കിൽ ഇങ്ങനെ പോകുവാണെങ്കിൽ ഇവൻ്റെ വല്ല പറ്റും. അതിനെ രക്ഷിക്കാനായിട്ട് പറയുമ്പോൾ നീ ഫസ്റ്റ് ഡേ വരുന്നപ്പോൾ എത്ര മിനിറ്റ് നീ നിന്നു എന്ന് ചോദിക്കുകയാണ്. 17 മിനിറ്റ്. അതെ, അവൻ ആൾറെഡി അത് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവനാകണം സിയോയെ. അത് കേട്ട് ഇവനോ എന്ന് പറഞ്ഞ് എല്ലാവരും ഫേമസ് ആയല്ലോ. അവനാണെങ്കിൽ അത് മാക്സിമം യൂസ് ചെയ്യണം. അത് പോയതും ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് മാസ്റ്റർ അതിന് അത് പ്രൊജക്ഷൻ ബോഡിയാണ്, ഒന്നുകൂടി ചെയ്യുമ്പോൾ വന്നുള്ളൂ. അതുപോലെ തന്നെ വന്നു. ഫാളൻ ഹാർട്ട് ഫ്ലെയിം ഗ്രീൻ ലോട്ടസിനേക്കാൾ കൾട്ടിവേഷൻ ഉപകാരമാണ് എന്നത് അവന് മനസ്സിലായി. ഇവിടെ എൽഡർ ഒരു ഫയർ കൊടുത്തിട്ട് അതിലേക്ക് ഫാളൻ ഹാർട്ട് ഫ്ലെയിമിന്റെ പ്രൊജക്ഷൻ അത് എടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഗ്രീൻ ലോട്ടസ് ഫ്ലെയിമിന്റെ പവർ അത് വരുന്നത്. അപ്പോൾ തന്നെ എല്ലാവരും മാറാനായിട്ട് പറഞ്ഞ് അത് ഷീൽഡ് വെച്ച് പൊട്ടിച്ചു. മീൻസ് ആ ഷീൽഡ് പൊട്ടിച്ച് എല്ലാവരും ഞെട്ടിപ്പോയി. എൽഡർ യൂന് സിയോ എന്നിൽ ഇംപ്രസ് ചെയ്തപോലെ അവനോട് നീ ഫസ്റ്റ് അവേക്കണിങ്ങിൽ തന്നെ ഫാളൻ ഹാർട്ട് ഫ്ലെയിം അത് നന്നായിട്ട് യൂസ് ചെയ്തു. ഇത് ആദ്യമായിട്ടാണ് ഇത്രയും നേരം നൽകുന്നത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പറഞ്ഞു വിട്ടു. എന്നിട്ട് യുവിനെ കാണിച്ച് ഇവളാണ് ടവറിൽ നടക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ നന്ദിയും പറഞ്ഞു.
എന്നിട്ട് കൈ കൊടുക്കുമ്പോൾ അവളും കൈ കൊടുത്തു. എന്നാൽ ഈ അക്കാഡമിയിൽ ചുരുക്കം പേര് മാത്രമാണ് അവൾക്ക് കൈ കൊടുക്കുന്നത്. അവനെ വിളിച്ചുകൊണ്ട് ടവറിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ ലോ, മീഡിയം, ഹൈ എന്നിങ്ങനെയാണ് ട്രെയിനിങ്. ഹൈ ലെവൽ എന്നത് ഏറ്റവും ടോപ്പാണ്. അവിടെ കൾട്ടിവേഷൻ ചെയ്യാൻ വളരെയധികം പാടാണ്. എന്നാൽ ഫീസെല്ലാം ഒരേപോലെ അങ്ങനെ പറഞ്ഞ് വരുമ്പോഴാണ് ഒരു സൗണ്ട്. അവരങ്ങോട്ട് പോയി താഴെ എന്താണെന്ന് നോക്കുന്നു. എന്നാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. അവർ തിരികെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് എന്തോ ഒരു മാറ്റം. നോക്കുമ്പോൾ ഒരു വലിയ പാമ്പ് അല്ലെങ്കിൽ ഒരു സ്നേക്ക് അതാണെങ്കിൽ ഗർജിക്കുന്നു. അവനൊന്നും മനസ്സിലാകുന്നില്ല ഇതിപ്പോ ഏതാ ജീവി എന്നവന്. എന്നാൽ പെട്ടെന്ന് അത് ഇല്ലാതെയുമായി. എൽഡർ യുവിന് ഇതുകൊണ്ട് ഷോക്ക്. ഈ ക്രീച്ചർ ഇങ്ങനെ വരുന്നുണ്ടേതല്ലോ എന്ന് മനസ്സിൽ. അവനാണെങ്കിൽ അത് ചോദിക്കുമ്പോൾ അത് ചെറിയൊരു മൈനർ ഇഞ്ചുറി, അത് കാര്യം കണ്ട എന്തുകൊണ്ട് ഈ കൾട്ടിവേഷൻ നാളെ ആക്കിക്കൂടാ എന്ന് പറഞ്ഞ് നൈസായിട്ട് അവനെ പറഞ്ഞേച്ചു. അവനോട് ഈ നടന്നത് ആരോട് പറയണ്ട എന്നോട് പറയുന്നുണ്ട്. വെളിയിൽ ചെന്നിട്ട് അതെന്താണ്, അതിന്റെ അവർ എന്താണ് ഇത്ര ടെറിഫിക്. അതിന് മാസ്റ്റർ ചിരിച്ചോണ്ട് അതാണ് ഫാളൻ ഹാർട്ട് ഫ്ലെയിമിന്റെ ഒറിജിനൽ ബോഡി. അതിന്റെ പ്രൊജക്ഷൻ മാത്രമാണ് സ്റ്റുഡൻസിന് കൾട്ടിവേഷൻ ആയിട്ട് കൊടുക്കുക. ആ ഫാളൻ ഹാർട്ട് ഒറിജിനൽ ബോഡി ഹൈഡാക്കി വെച്ചേക്കാണ്. എന്തിനെന്ന് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഡവ് വെന്നറായിട്ടായ രണ്ടല്ല കുറച്ച് ഡവ് പ്രാക്ടീഷണേഴ്സാണ് അതിനെ അടക്കി വെച്ചേക്കുന്നത്. ഒരുപാട് വർഷം മുമ്പ് ഈ സീല് ബ്രേക്ക് ചെയ്തു. അത് പുറത്തു വന്നു. ആ ടവർ പൂർണ്ണമായിട്ട് തകർന്നു. അതുപോലെ ഈ 2 വർഷത്തിനുള്ളിൽ അത് വീണ്ടും സംഭവിക്കും. അതിന്റെ അവർ വെച്ച് ഒരു ഡവ് ഹുവാങ് ലെവലെങ്കിലും കാണും. വേറെ നോക്കുന്നു എന്ന് പറയുമ്പോൾ കൊള്ളാം, ഇത് മതി, നല്ല കഥ തന്നെ. അത് കഴിഞ്ഞ് മറ്റൊരു സൈഡിലെ പ്രശ്നം തീർന്നില്ല. ഷിയോയൻ അവന്റെ വിശ്വാസത്തിലല്ലേ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അവർ എതിർക്കാനായിട്ട് നിൽക്കുന്നത്. എന്നാൽ മുൻപ് അവ കുറച്ചുപേരെ തോൽപ്പിച്ചെന്ന് പറഞ്ഞ് നീ നമ്മളുടെ വൈറ്റ് ഗാങ്ങിൽ ചേരുന്നതാണ് നല്ലത്, അവൻ ഇനി കഴിയണമെന്നില്ല എന്നൊക്കെ പറയുവാണ്. നിന്നെ നല്ലോണം ഞാൻ നോക്കിക്കോളാം. അതുകൊണ്ട് ബായിശാന് ദേഷ്യം വന്നു. എങ്കിലും അവനോട് അടിക്കാൻ പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ചെല്ലുന്നു. അവരെ എതിർക്കാനായിട്ട് നിൽക്കുന്ന അപ്പോഴേക്കും ഷിയോയൻ അവിടെ എത്തി. അവനെ കണ്ട് ടീംസിന് ന്യൂ സ്റ്റുഡൻസിന്റെ ഹാപ്പി. എന്നാൽ മറ്റവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഷിയോയൻ നീ പേടിച്ചോട് പോയില്ലേ, അതിന് ഷിയോൻ ബായിശാൻ മുൻപ് കാണിച്ചത് മറന്നോ എന്ന് പറഞ്ഞ് കളിയാക്കുവാണ്. അവനും ദേഷ്യമായി. ഫുയാവയാണെങ്കിൽ ഷിയോയനോട് നീ മുൻപ് ലൂഫുവിനെ തോൽപ്പിച്ചു, അവൻ ജസ്റ്റ് ഡവ് സ്പിരിറ്റിലേക്ക് കയറിയതുള്ളൂ, അതുകൊണ്ട് ഫയർ എനർജി ഇങ്ങ് തന്നേക്ക്. എന്നാൽ ഷിയോയൻ ഫയർ എനർജി അതോ നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, 1v1 ജയിച്ചാൽ ഫയർ എനർജി നിനക്ക്, തോറ്റാൽ ഈ 3 മാസം നമ്മളെ ആൾക്കാരെ ഒന്നും ചെയ്യാൻ പാടില്ല. ഈ 3 മാസം ബൈറ്റ് ചെയ്തെങ്കിൽ ഒരു പ്രശ്നത്തിന് നിൽക്കരുത് എന്ന് പറയുമ്പോൾ ബായിശാൻ അവനെ പറ്റി നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ വേണ്ട അവൻ്റെ ട്രംപ് കാർഡ് കാണും എന്നൊക്കെ പറയുന്നു. എന്നാൽ അത് കാര്യമാക്കാതെ ശരി എങ്കിൽ ഞാൻ പറ്റിക്കാം, ഞാൻ ജയിച്ചാൽ ഫുൾ ഫയർ എനർജി എനിക്ക് കയറണം. അതുപോലെ യൂണറിന് തോൽക്കുവാണെങ്കിൽ 6 മാസം ഒന്നും ചെയ്യില്ല. എന്നാൽ യൂണറിന് ചോദിച്ചത് കേട്ട് ശിവയൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ യൂണർ സമ്മതിച്ചു. കാരണം അവനിന്റെ വിശ്വാസം ഉള്ളതുകൊണ്ട്. അവൻ അവളോട് 6 മാസം ഇനി അവരൊരു പ്രശ്നത്തിനും വരില്ല എന്നൊരു ഡയലോഗാണ്. അത് കഴിഞ്ഞ് ഫൈറ്റ് തുടങ്ങി. അവൻ റെഡിയാകുമ്പോൾ ശിവയന് ഗ്രീൻ ലോട്ടസ് ചേഞ്ച് അതെടുത്തു. അതിന്റെ സ്ട്രെങ്ത് ഇപ്പോൾ സ്പിരിറ്റ് ലെവൽ ആയല്ലോ. അതിനുശേഷം ഫൈറ്റ് തുടങ്ങി. രണ്ടുപേരും ഇപ്പോൾ കട്ടയ്ക്ക് നിൽക്കുകയാണ്. രണ്ടുപേർക്കും തോൽക്കാൻ കഴിയില്ല. ഫുയാവ് തോറ്റ എല്ലാവരുടെ മുന്നിൽ നാണക്കെടും, അത് അപമാനമായി പോകും. അതുകൊണ്ട് തന്നെ അത്ര ഹാർഡായിട്ടാണ് അറ്റാക്ക്. ഷിയോയാൻ തോക്കുകയാണെങ്കിൽ യൂണറിനെ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യത്തിലും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ആര് ജയിക്കുമെന്നറിയാതെ 2 കൂട്ടരും. ഫൈറ്ററിനിടയിൽ ഓരോരോ സ്കില്ല് ഉപയോഗിക്കുന്നു. അതെല്ലാം തടയുന്നു. വാട്ടർ വെച്ച് അറ്റാക്ക്. അവന്റെ വാട്ടർ കൾട്ടിവേഷൻ ആണല്ലോ. ഒരു സ്കില്ല് ഉപയോഗിച്ചപ്പോൾ വെള്ളത്തിലൂടെ തിമിംഗലങ്ങൾ വരുമ്പോൾ ഹെവൻലി ഫ്ലെയിം അത് വെച്ച് തന്നെ ഇല്ലാതാക്കി. എങ്കിലും പിന്നെ അറ്റാക്കാണ്. സീക്രട്ട് ടെക്നിക്ക് തീർന്നാൽ പണി കിട്ടും, പെട്ടെന്ന് തന്നെ തീർക്കണം എന്ന് മനസ്സിലുണ്ട്. അങ്ങനെ പോയി മുകളിൽ കൂടി അവ ചാടി അടിക്കുമ്പോഴാണ് അവൻ ട്രൈഡന്റ് കൊണ്ടുവരുന്നത്. അത് റൂളർ വെച്ച് തടഞ്ഞു. ഇതാണ് ട്രംപ് കാർഡ് എന്ന് പറഞ്ഞിട്ട് അവനെ സോണിക് വേവ് അത് ഉപയോഗിക്കുകയാണ്. അതിന്റെ എഫക്റ്റിൽ അവ കിറങ്ങിപ്പോയി. ആ കിറങ്ങിയ സമയത്ത് തന്നെ ഒക്ടാഡിക്സ് മഷി കൊടുത്തു. അവൻ വീഴുകയാണ്. ഇത്രേ ഉള്ളൂ. ഷിയോയൻ ജയിച്ചു. ന്യൂ സ്റ്റുഡൻസ് ഹാപ്പി. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 6 മാസം. മറ്റേ ബായിശാന്റെ ദേശത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. അതിലൊരുത്തന്നെ അടിക്കടി സീനിയേഴ്സിന്റെ പ്രശ്നം വരുമ്പോൾ ഫോറസ്റ്റിൽ വെച്ച് പോലും ഷിയോയാനാണ് രക്ഷിച്ചത്. അതിന് നന്ദി പറഞ്ഞിട്ട് എല്ലായ്പ്പോഴും ഷിയോയൻ കാണണമെന്നില്ല, അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഇനി ന്യൂ സ്റ്റുഡൻസിന് വേണ്ടി ഒരു ഗ്രൂപ്പ് വേണം. അത് ഇന്നർ കോട്ട് അക്കാഡമിയിൽ ഫേമസ് ആകണം, എസ്റ്റാബ്ലിഷ്ഡ് ചെയ്യണം. സെൽഫ് ഡിഫൻസിന് വേണ്ടി അടിക്കടി വരുന്ന സീനിയേഴ്സും മറ്റു പ്രശ്നങ്ങളും അത് എത്തിക്കാനും സഹായിക്കാനും എതിർക്കാനും എല്ലാത്തിനും കൂടി ഒരു ഗ്രൂപ്പ് വേണമെന്നാണ് പറയുന്നത്. അത് ലീഡ് ചെയ്യാനായിട്ട് ഷിയോയ തന്നെയാണ്. അപ്പോൾ യൂണർ ശരിയാണ്. പല ഭാഗത്ത് ഇപ്പോഴും ഇതുപോലെ കഷ്ടത്തെ അനുഭവപ്പെടുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരെല്ലാവരും വിളിച്ചുകൊണ്ടുവന്ന് ഒരു ഗ്രൂപ്പാകാം എന്ന് പറയുവാണ്. ഷിയോയ ഇല്ലാത്ത സമയത്ത് യൂണറും ഹുജിയും അതുപോലെ വുഹാവോ അവർ 3 പേരും കൂടെ അവ ഇല്ലാത്ത രീതിയിലാക്കാതെയും ഏറ്റെടുത്ത് നടത്താം എന്ന് പറയുമ്പോൾ ഷിയോയനും അത് സമ്മതിക്കുകയാണ്. അവരുടെ ഗ്രൂപ്പിനൊരു പേരിട്ട്, അതെന്തൊരു പേരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബൗൾഡർ സെക്ട് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ബ്ലേസിംഗ് ടവറിൽ നന്നായിട്ട് ട്രെയിനിങ് ചെയ്യണം, സ്ട്രോങ് ആകണം. നമ്മുടെ ഗ്രൂപ്പ് നാളെ മുതൽ സ്റ്റാർട്ടാകും. എല്ലാവർക്കും ഹാപ്പി. ഷിയോയെ എന്നെ ബോസും ആക്കി.
ഈ സമയത്ത് വൈറ്റ് ഗ്യാങ്ങിൽ സിയോയന് മുൻപിൽ തോറ്റുപോയത് അത് പറയുവാണ്. അവരെ അടിക്കണം എന്നൊക്കെ പറയുമ്പോഴാണ് ലീഡറായ ബായ്ച്ചെങ് അവനെ ഒന്നടിച്ചിട്ട് വെച്ചിട്ട് പോയിട്ട് വന്നിരിക്കുന്നു. വൈറ്റ് ഗ്യാങ്ങിൻ്റെ റെപ്യൂട്ടേഷൻ എന്തായി എന്നറിയാമോ? ഇനി ഒന്നുകൂടെ പോയാൽ എന്താകുമെന്നറിയാമോ? ഇനിയിപ്പോൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ 6 മാസം വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഞാൻ തന്നെ സിയോയനെ എടുത്തോളാം. പിറ്റേന്ന് പിന്നെ ടവറിലേക്ക് കൾട്ടിവേഷൻ ചെയ്യാൻ പോകുന്ന ഫുവാവോനെ തോൽപ്പിച്ചത് എല്ലാവരും അറിഞ്ഞു. അതുപോലെ തന്നെ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയതും സിയോയൻ അവരോട് ഇന്നു മുതൽ നന്നായിട്ട് കൾട്ടിവേഷൻ ചെയ്യണം, ചെറുതുമായിട്ട് തുടങ്ങിയാൽ മതി. അവരും ഓക്കെ. അപ്പോഴാണ് വൈറ്റ് ഗാങ് അങ്ങോട്ട് വരുന്നത്. അവരുടെ ലീഡർ വായിച്ചെന്നതിനെ കണ്ട് എല്ലാവരും മാറി നിൽക്കുകയാണ്. സിയോയൻ അവൻ പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ വന്നിട്ട് നീയാണല്ലേ സിയോയൻ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുമ്പോൾ ഓ ആ പറഞ്ഞ വായിച്ചങ്ങ് അത് നീയാണല്ലേ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്നു. എന്നാൽ അതിൽ കൂടി ചെറിയൊരു ഫൈറ്റ് പോലെ രണ്ടുപേര് തെറിച്ച് പിറകോട്ട് പോയി. ഫൈറ്റ് പാടില്ല എന്ന് പറഞ്ഞല്ലേ ഇന്ന് ഹുജ്ജയെ ചോദിക്കുമ്പോൾ ജസ്റ്റ് പരിചയപ്പെടുതല്ലേ, നിന്നെ പോലെ ഇത്ര അറകൻ്റായവര് അധികം നാൾ ഇവിടെ ഉണ്ടാകില്ല. അത് കേട്ട് അവർക്ക് ദേഷ്യം വന്ന് അപ്പോൾ ഇതാരാണ് പറയുന്നേ എന്ന് പറഞ്ഞു ഒരു വോയിസ്. അത് യു ആയിരുന്നു. സിയോയന് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നുണ്ട്. അവിടെ ഉള്ളവർക്കും അതിശയം. കാരണം അങ്ങനെ അവൾ ആരുമായിട്ട് അങ്ങനെ സംസാരിക്കാറില്ല. അവൻ 6 മാസം കഴിഞ്ഞ് നമ്മൾ നല്ലവണ്ണം മീറ്റ് ചെയ്യും എന്ന് പറഞ്ഞു പോകുമ്പോൾ ആ ദിവസം വൈദ്യകാങ് ഡിസ്ബാൻഡ് ചെയ്യും എന്ന് തിരിച്ച് കാണാം എന്ന് പറഞ്ഞു പോകുന്നു. പ്രോബ്ലം സോൾവ് ആയി. യുവിനോട് നന്ദി പറയുമ്പോൾ പകരമായിട്ട് ഹെൽപ്പ് ചെയ്യാം, നമ്മുടെ സെക്ട് ഉറപ്പായിട്ടും എന്ത് തീരുമാനത്തിലും കാണും എന്ന് പറയുവാണ്. അപ്പോഴേക്കും ടവറും തുറന്നു. എല്ലാവരും തന്നെ ടവറിലേക്ക് അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ അവൾ പറയുന്നുണ്ട് വൈറ്റ് ഗാങ് ഒന്ന് കെയർഫുൾ ആയി ഓക്കെ എന്ന് പറയുവാണ്. അതിനുശേഷം അവരും ടവറിനുള്ളിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ ബൈ.